പോയില്ലേ? ഇടാ സ്കൂളിൽ പോയില്ലേന്നാ? ഞാൻ പോണില്ല. പോണില്ലേ? നീ ഇന്നലെ പോയില്ലല്ലോ. അപ്പൊ ഇന്നലെ പോവാത്തപ്പോ നീ എന്താ എന്നോട് പറഞ്ഞത്? ഇന്ന് എന്തായാലും പോകുന്നല്ലേ? അപ്പൊ എനിക്ക് മൂടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കില്ല. മൂടില്ലെന്നാ? നീ എന്തും ഭാവിച്ചോണ്ടാണ്? എടാ ഇവിടെ നോക്കടാ, നീ 10ാം ക്ലാസ്സിലാണ് പഠിക്കണത്. ഇവിടെ ഫുള്ള് A+ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ കുത്തിയിരിക്കേണ്ടി വരും. നീ ഇന്നലെ എന്നോട് ഇന്ന് എന്തായാലും പോവാന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അച്ഛനോട് പറയാതിരുന്നത്. എന്നിട്ട് എണീറ്റേ എണീറ്റ് സ്കൂളിൽ പോകാനേ. അവൻ സ്കൂളിൽ പോവില്ലാന്ന്. അതെന്താ സ്കൂളിൽ പോകാത്തത്? എന്താ കാര്യം പറ. അവന് മടി അല്ലാതെ. എന്ത് മടി? പോണില്ലാന്ന്. എന്താ കാരണം എന്ന് പറയടാ. ഒറ്റ അടി വെച്ചൊന്ന് എങ്ങനെ ഇരിക്കുന്ന അറിയാമോ? എടാ 10ാം ക്ലാസ് ആണ്, കളിക്കല്ല. ഓർമ്മയില്ലേ? പിന്നെ അവന് ഇന്നലെ പോയിട്ടില്ല. അവൻ ഇന്നലെയും പോയിട്ടില്ലേ? ഇല്ല, അവന് മൂടില്ലാന്ന്. ഇന്നലെ സ്കൂളിൽ പോയാലടാ. അതെന്താടാ പോവാത്തത്? എന്തൊരു കൂസലില്ലാണ്ടിരിക്കണവൻ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. നാളെ ഒന്ന് പോണ്ട, നീ ഇന്ന് തന്നെ പോവും. ആ ബാഗ് എടുക്ക്. എണീക്കട നീ അങ്ങോട്ട്. ആ ബാഗ് എടുക്കടാ. തോലമ്പട്ട തച്ച് പൊട്ടിക്കണ ഇതില്. നടക്കങ്ങോട്. നിനക്ക് എന്താ ഇത്ര ആട്ടം? വേഗം ചെല്ലടാ അങ്ങോട്ട്. പത്താം ക്ലാസ് ആണെന്നുള്ള ബോധമില്ല. മടിയാത്ര. ഇരുന്നാ എന്ത് ചെറുക്കനത്? എന്നും അവന്റെ ഒരു മടി. എന്നിട്ടെന്താ, ഞാനൊന്ന് കണ്ണൂരിറ്റി അന്ന് വണ്ടിക്കാരനാന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ വണ്ടിയിൽ കയറ്റിയിട്ട് അവിടെ സ്കൂളിന്റെ അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടു. എന്താ വളരെ ശ്രദ്ധിക്കണം സത്യ. കാരണം എന്താ പറയാ, പഴയ കാലമൊന്നല്ല. ഇപ്പൊ പൊതുവെ വിദ്യാർത്ഥികളൊക്കെ ഈ ലഹരിക്ക് അടമപ്പെട്ടേക്കാന്നാണ് പൊതുവെയുള്ള സംസാരം കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളല്ലേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന്. ഒക്കെ ശ്രദ്ധിക്കണം. ഇവനിപ്പോ അങ്ങനെ വലിയ പ്രശ്നമില്ല, കാരണം അമ്മാതിരി കൂട്ടുകെട്ടൊന്നുമില്ല. പിന്നെപ്പോ നമ്മളങ്ങനെയൊന്നും അല്ലല്ലോ വളർത്തിയിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ധൈര്യം. പക്ഷെ ശ്രദ്ധിക്കണം. എങ്ങനെ മൂപ്പരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ, മാർക്കിന്റെ ഇതിലൊക്കെ എങ്ങനെയാണ്? മാർക്കൊക്കെ ഉണ്ട്. 9ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ 10 ആയതല്ലേ ഉള്ളൂ. 9 എല്ലാത്തിലും A+ ഉണ്ടോ? എല്ലാത്തിലും ഇല്ല, കണക്കിന് മോശ. അതിപ്പോ നമ്മുടെ ഒക്കെ മാതിരി തന്നെ. എന്താ കണക്കിന്റെ കാര്യം പറഞ്ഞൊക്കെ ഒരു കണക്കും കിട്ടൂല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇന്റെ ഒക്കെ സ്ഥിതി എന്തായിരുന്നു? ഈ കണക്ക് എന്ന് പറഞ്ഞ ഒറ്റ സബ്ജക്ട് കാരനാണ് ഞാൻ 10ാം ക്ലാസ് തോറ്റത്. പിന്നെ 2 പ്രാവശ്യമൊക്കെ ഒന്ന് എഴുതി നോക്കി, പക്ഷെ കണക്കിന് അങ്ങോട്ട് കേറൂല. ബാക്കി എല്ലാരും മാർക്കുണ്ടേ. ഈ കണക്കിലെ ഈ ഒരു കുന്ത്രാണ്ടം പിടിച്ച കുറെ സംഗതികൾ ഉണ്ടല്ലോ, ആ ജാതിയൊക്കെ പാടം അങ്ങോട്ട് വരുമ്പോ എന്റെ പിടി അങ്ങോട്ട് വീടും. എഴുതാനും കിട്ടൂല. ഒന്നാമത്തെ മനുഷ്യന്മാർക്ക് മനസ്സിലാവണ സംഗതി അല്ലല്ലോ ഇത്. അങ്ങനെ 2 പ്രാവശ്യം തോറ്റപ്പോ വാപ്പ എന്ത് ചെയ്ത്, ഒരു കുട്ട പുതിയത് വാങ്ങിയിട്ട് മുട്ട കച്ചവടത്തിനിട്ട് അങ്ങനെ മൂപ്പരുടെ കൂടെ കൂടി. അപ്പൊ ഈ കണക്കില് സ്കൂളിൽ കിട്ടിയായിരുന്നാണ് ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയത്. അതെ, എന്റെ കാര്യം പിന്നെ വ്യത്യസ്തമല്ലല്ലോ. ഞാനിപ്പോ 10ാം ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കഷ്ടിമുഷ്ടിയായിട്ട് പാസ്സായി പോയിരുന്നെങ്കിൽ, കാരണം ബാക്കിയുള്ള വിഷയത്തിലൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു. ശരിയാണേ, കണക്കിന് മാത്രം രസമില്ല, ഒരു രക്ഷയില്ല. അതും കൂടി എങ്ങനെയെങ്കിലും ചാടി പോയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ, ഒന്നും വേണ്ട, പ്യൂണായാ മതി. അതിനേ ഇതിപ്പോ വേറെ കാര്യണ്ട്. നമുക്ക് ആവശ്യമില്ലാച്ച പഠിക്കാൻ, നമുക്ക് പഠിക്കാൻ ഇഷ്ടം ഉണ്ടാവും. ഇത് ചില സാധനങ്ങൾ അങ്ങോട്ട് കേട്ടാ എന്താ ഊസാകും അലാസാകും അങ്ങനെയൊക്കെ ഉള്ള. അതേമാതിരി വേറെ സംഗതി ഉണ്ടല്ലോ സത്യ, ഈ ചക്കക്കുരുമ വല വീണ മാതിരി ഒരു ഇതുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അതിന് പറയൂലേ? തീറ്റ. തീറ്റ അതന്നെ, കോഴിത്തീറ്റ. കോഴിത്തീറ്റ അല്ല, എന്താ? കോസ്തീറ്റ. കോസ്തീറ്റ. ഒരു ഉപയോഗമില്ലാതാണ്. എന്തിനാണ് അത് പഠിച്ചേക്കണെന്നുള്ള ഇപ്പോഴും പൊരുത്തം കിട്ടിയിട്ടില്ല. ആ കോസ്തീറ്റ പറഞ്ഞ ആ സാധനത്തിന് ശേഷം ഉണ്ടല്ലോ, ചക്കക്കുരും കൂടി ഞാൻ തീറ്റല്ല. അത് വെറുപ്പായിക്ക്.
ഒരു ഉപകാരമില്ലാത്തത്. ആ അതേമാതിരി ഉണ്ടല്ലോ എയും പ്ലസും ബി ഒക്കെ വയ്യ എന്തൊക്കെ കൊറേ ഹാലാക്കി അങ്ങോട്ട് നിർത്തിയിട്ട് അങ്ങോട്ട് നാണം കെടുത്തു ഈ മാസം. മറ്റേ കണക്ക് മാഷ്. ആ കണക്ക് മാഷ് എനിക്ക് ഓർമ്മയില്ലേ? ഞാൻ എന്നിട്ട് ഇങ്ങനെ എണിച്ച് നിന്നിട്ട് ഈ കുട്ടികളുടെ ഇടയിൽ അവഹേളിക്കുക. എല്ലാ കുട്ടികൾക്കും മനസ്സിലായി, ഈ കുട്ടിക്ക് മാത്രം മനസ്സിലായില്ല. വല്ല പോത്തിനെ മയക്കാൻ പോയിക്കോറോന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ച് നാണം കെട്ടിട്ട് ഞാൻ തോറ്റാണ് അതിൽ. ഈ ഇവിടുത്തെ ഈ എല്ലില്ലേ, ഈ എല്ലിന്റെ മുകളിലേക്കാണ് ആ സ്കെയിൽ കൊണ്ടുള്ള വെട്ട്. വല്ലാത്തൊരു ഇത്. എന്നാ എപ്പോഴെങ്കിലും എനിക്കത് ഉപകാരപ്പെട്ടുണ്ടോ? ഒരിക്കലും ഇല്ലേ. എന്റെ ജീവിതത്തിൽ ഞാനൊക്കെ ഒരു ഇത് പഠിക്കണോര് പഠിച്ചോട്ട്, വേണ്ടാത്തവർക്ക് ഇത് കുത്തിക്കറ്റി തോപ്പിക്കണം എന്തിനാണ്? അതെ അതെ അതെ, അതൊക്കെ ആവശ്യമുള്ളവർക്ക് പഠിപ്പിച്ചാൽ മതി. എന്റെ സത്യ കണക്കിലിപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി കൂട്ടലും കഴിക്കലും കഴിക്കലൊക്കെ കഴിച്ചിട്ട് ഈ ഗുലുമാല് പിടിച്ച ഇജ്ജാതി കണക്കുകൾ ഇല്ലാച്ചാണ്ടല്ലോ, നല്ല മാർക്ക് മേടിച്ച് പരീക്ഷക്ക് ജയിച്ചിട്ട് ഏതെങ്കിലും കോളേജിൽ പ്രൊഫസറിന്റെ ജോലി ചെയ്യേണ്ട ആളാണ് ഇപ്പൊ ഞാൻ ഈ കൊട്ടക്കച്ചവടം. അതെനിക്ക് നമ്മുടെ ജീവിതമൊക്കെ ഈ ജാതി ഒരു കണക്കില്ലാണ്ടാക്കിയത് ഈ കണക്കാണ്. കണക്കായി പോയുള്ളൂന്ന് മറ്റുള്ളവർ പറഞ്ഞത്. എന്താ ഇപ്പൊ ചെയ്യണത്? സത്യ, ഈ വിവരം അറിയില്ലേ? എന്തേ നിന്റെ മോന്റെ എന്തേ എന്തെന്ന് തോന്നുന്നു, എല്ലാം കൈവിട്ട് പോയി. എന്താണ് എന്തെന്ന് നിങ്ങൾ ഈ കഥയും പറഞ്ഞ് ഇവിടെ കച്ചവടം ചെയ്തിരുന്നാ മതിയാ. നിങ്ങളെന്താ സീബിന്റെ കഥ എഴുതുകയാണ്? നിങ്ങൾ സസ്പെൻസ് മാറ്റിയിട്ട് അതെ, ഓനിപ്പോ അമ്പലം മൈതാനിയിലെ ആ ആൽത്തറയുടെ മോളില് സ്കൂളിൽ പോകാണ്ട് അവിടെ മരുന്ന് കിടക്കേന്ന്. എന്നിട്ട് ആളെല്ലാം എണീപ്പിച്ചിട്ട് എണീക്കുന്നില്ല. എന്റെ മോനോ? മോൻ. അപ്പൊ അവരെല്ലാം പറയുന്നത് ലഹരിയെല്ലാം, എനിക്ക് കഞ്ചാവാന്നാ തോന്നുന്നു. ഒന്നാല സത്യം, ഞാൻ എന്നോട് പറഞ്ഞ കുട്ടിയുടെ കാര്യം നോക്കണേ. ഞാൻ പറഞ്ഞില്ലേ നമുക്കൊന്നും പറയാൻ പറ്റൂലേ. അതെ രാഘട്ടാ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് കടയടിക്കും കുറച്ച്. ഞാനൊന്ന് പോയിട്ട് വരാം. ഞാനും വരാം സത്യം, ഞാനും വരാം. ഇവിടെ ഇരിക്കട്ടോ. ഇവിടിപ്പോ നോക്കണ്ട, ഇതൊന്നും തിന്നാനാ ഒരു നിമിഷം പോലുമില്ല. പോരെ വിഷ്ണു, എന്താ കോയക്കാനോട് പറഞ്ഞു അച്ഛനൊന്നും ചെയ്യൂല. ഞാനല്ലേ പറഞ്ഞേ അന്ന എന്താ അച്ഛൻ അന്ന എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടൂല, ഞാൻ തടയൂ. ഒന്നും പറയില്ല. ഇജ്ജ് ധൈര്യമായിട്ട് പറയും. എന്താ ഇജ്ജ് കഴിച്ച് എന്തേലും തിന്നെന്തേലും ചെയ്തോ? വല്ല മിഠായിയോ അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ സ്റ്റാമ്പ് പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുണ്ടായോ? പിന്നെ എന്താ എനിക്ക് തോന്നണേ? എന്താ എനിക്ക് ഉണ്ടായി? ഒന്നും തോന്നിയില്ലേ? അപ്പൊ എന്തിനാ പിന്നെ ഈ ആ അമ്പലത്തിന്റെ ആൽത്തറയിലൊക്കെ പോയി കിടന്നേ? എനിക്ക് എന്താ ഇവിടെ കിടക്കാൻ സ്ഥലമില്ലേ? അപ്പൊ അതിലെന്തോ ഒരു കാരണമില്ലേ കുട്ടിയെ? എനിക്ക് എന്തോ ഒരു കാരണം. എന്താച്ചാ പറഞ്ഞോ അല്ലേ പറയണേ? ഞങ്ങളല്ലേ ചോദിക്കണേ. കുട്ടൂസേ, ഇതിനകത്ത് വേറെ ഇനി അറവെല്ലാം ഉണ്ടോ? എവിടെയും രഹസ്യ അറവെല്ലാം ഉണ്ടോ ഇതില്? ഇതിനകത്തൊന്നും നോക്കിയിട്ടില്ല. പിന്നെ കൂട്ടുകാരെന്തെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കലുണ്ടോ? വല്ല മയങ്ങി പോണ പോലത്തെ ഇങ്ങനെ മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ ബീഡിയൊക്കെ വലിക്കണ കൂട്ടുകാരുണ്ടോ? ഇവരൊന്നും അന്നൊന്നും ചെയ്യൂല, ഒന്നും ചെയ്യൂല, ഇവരൊന്നും ചെയ്യൂല. ഞാൻ എവിടെയും വെച്ചോ പറഞ്ഞോ നീ. സത്യേട്ടാ, സത്യേട്ടാ, എന്താ അത് കുട്ടികളോടാണ് സംസാരിക്കണ ഒരു ധാരണ വേണ്ട. പണ്ട് എങ്ങനെയാണ് അതൊന്നുമില്ല. ചോദിക്കാം നമുക്ക്. കുട്ടൂസ ഇളയച്ചൻ്റെ അടുത്ത് പറ, എവിടെ സാധനം വെച്ചിക്കണേ? മയക്കുമരുന്നേ. എനിക്ക് അങ്ങനൊന്നും അറിയില്ലേച്ചാ. എന്ത് ചോദിച്ചാലും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കണ. ഒന്ന് സത്യം ഉണ്ടാക്കിന്റെ സത്യ ഓൻ പറയട്ടെ. അല്ല പിന്നെ എന്തിനാണ് കുട്ടൂസ അമ്പലത്തിന്റെ അവിടെ പോയി കിടന്നത്? ക്ലാസ്സിൽ പോവാതെ അവിടെ പോയി കിടന്നത് എന്തിനാ? സ്കൂളിലേക്ക് പറഞ്ഞയച്ച നീ എന്തിനാ പിന്നെ അവിടെ ആൽത്തറയിൽ പോയി കിടന്നത്? ചോദിക്കണേ സമാനം പറ. മെല്ലെ ചോദിക്കാൻ എന്തെങ്കിലും ഒന്ന് തുറന്ന് പറയൂ നീ. ചെറിയ ചിന്നത് കാര്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിട്ടല്ലേ പറയണത് മോനെ. വന്നേ അതേ നോക്ക്, ഇജ്ജ് എന്തിനാ പേടിക്കണേ? ഇത് കോയക്കാണ്, ഇതെന്റെ ചെറിയച്ഛനാണ്, അച്ഛനും അമ്മയൊക്കെയാണ്. ഇജ്ജ് ഞങ്ങളോട് എന്ത് പറഞ്ഞാലും ഈ സമാധാനത്തിൽ ഇജ്ജ് പറഞ്ഞോ. ഇജ്ജ് പേടിക്കണ്ട, എന്നെ ആരും ഒന്നും ചെയ്യൂല. കുട്ടിക്ക് ആരെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും തരത്തിൽ ഇടങ്ങറുണ്ടാക്കിണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല അല്ലേ?
സത്യേട്ടാ ഈ കോയക്ക ഇതിപ്പോ ഇല്ല ഇത് ശരിയല്ല. ഇപ്പൊ ബാഗ് ഞാൻ പരിശോധിച്ചാൽ അതിനകത്തൊന്നുമില്ല. അപ്പൊ ഇവിടെയൊക്കെ നോക്കി എവിടെയൊന്നും കാണാനൊന്നുമില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ. നമുക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം. SI എന്റെ ഫ്രണ്ടാ. അപ്പൊ അദ്ദേഹം വന്നിട്ട് ചോദിക്കും. അവനോട് ചോദിക്കട്ടെ. SI വന്ന് ചോദിക്കുമ്പോ അവൻ കിളി പോലെ പറയും. നിങ്ങൾ എന്തീ പറയണത്? കൊച്ചിനെ പോലീസ് സ്റ്റേഷൻ കേട്ടാനാ? അല്ലാതെ ഏടത്തി പിന്നെ നമുക്കിത് സോഴ്സ് കണ്ടുപിടിക്കണ്ടേ? ഇതൊരു വലിയ മാഫിയാണിത്. നാട്ടുകാരൊക്കെ ഇറങ്ങി എന്തൊരു മോശമാണ്. അവന് എത്ര പ്രായമുണ്ട്? മോനെ നീ എന്താന്ന് വെച്ചാ ഒന്ന് പറയടാ. എനിക്കൊന്നും അറിയില്ലമ്മ. സത്യേട്ടാ നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുമ്പോ അതിന്റെ ഉത്തരവാദിത്തം അധ്യാപകർ കൂടെ ഉണ്ടല്ലോ. നമുക്ക് ആദ്യം സ്കൂളിൽ ചെന്ന് ഹെഡ് മാഷിനെ ഒന്ന് കാണാം. എപ്പോഴാ പോണെന്ന് പറഞ്ഞാൽ ഞാനും വരാം. അതാണ് എന്റെ ശരി. ഇതിപ്പോ നമ്മൾ കുട്ടികളെ സ്കൂൾക്ക് വിടുന്നുണ്ട്, കുറച്ച് ഉത്തരവാദിത്തം അവർക്കും വേണ്ടേ? ഇപ്പൊ എന്താ ഉണ്ടായി, എന്താ കുട്ടിക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ കാരണം എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ട് ഇത് സ്കൂളിൽ ചെന്ന് അന്വേഷിക്കും. നിങ്ങൾ രണ്ടാളൊന്നും ചെയ്തു അവനെ പോവാം. എന്നാലും അത് എവിടെ വെച്ച് അപ്പൊ അതാണ് നിന്റെ പ്രശ്നം മോനെ. 10 10 എത്ര? 20 20 20 40 40 10 50 50 10 കുറച്ച് എത്ര? 50 10 കുറച്ച് 40. വളരെ കറക്റ്റാണ്. ഞാനേ വേറെ കണക്ക് വയ്ക്കട്ടെ. 12,313 42,613 എത്ര? അറിയില്ല. എടാ എനക്കും അറിയില്ല. സിമ്പിളാടാ കാര്യം. എല്ലാ കണക്കും എല്ലാവർക്കും അറിയണമെന്നൊന്നും ഇല്ല. പെട്ടെന്ന് നമുക്ക് പിടുത്തൊന്നും കിട്ടൂല. കണക്കൊരു കളിയാണ്. ഈ കളി ചിലപ്പോ പെട്ടെന്നൊന്നും നമുക്കൊന്നും മനസ്സിലായി വരില്ല. മെല്ലെ മെല്ലെ പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോ വേറെ ആരും നല്ലോണം അറിയുന്നവർ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ചിലപ്പോ പെട്ടെന്ന് കിട്ടുകയേ ചെയ്യില്ല. ഒരു പ്രശ്നമില്ല. നമുക്കറിയുന്ന കുറച്ച് കണക്കുണ്ടല്ലോ. ഇപ്പൊ നീ ഇപ്പൊ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഏതൊക്കെ തെറ്റിനാ അത് നിനക്ക് അറിയുന്ന കാര്യം. വലിയ കാര്യം പെട്ടെന്ന് നമുക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടാ. ഇപ്പൊ എനക്കറിയോ, ഞാൻ സൈക്കോളജിസ്റ്റ് ആയില്ലേ? മോന്റെ ആഗ്രഹം എന്താണ്? സൈക്കോളജിസ്റ്റ്. നീ ഉറപ്പ് 100% ഒരു പ്രശ്നമില്ല മോനെ. നമുക്ക് പഠിച്ചാ മതി. ഈ പഠിക്കാത്ത അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ആരോടെ ചോദിക്കാം. തൊട്ടടുക്കുന്ന ചക്കരോട് ചോദിക്കാം, ടീച്ചറോട് ചോദിക്കാം. ടീച്ചർ അത് പറയാൻ വേണ്ടി ബാധ്യസ്ഥയായിരിക്കും, പറഞ്ഞു തരുകയും ചെയ്യും. പേടിക്കണ്ട. എന്തിനു പേടി? ഒരു പേടിയും വേണ്ട മോനെ. ഒരു സാധാരണക്കാരനെ കൂട്ടാനും കുടിക്കാനും കരിക്കാനും കുറക്കാനും പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം. ഇനി അതിനെ കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. അറിയാത്ത കാര്യങ്ങൾ ധൈര്യമായി ചോദിക്കാം, മനസ്സിലാക്കാം. ഒരു പ്രശ്നമില്ല. സിമ്പിളാ. എന്തിനു ടെൻഷൻ അടിക്കുന്നത്? ഒരു ടെൻഷൻ എടുക്കാനുള്ള സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോവാ. അറിയുന്ന ടീച്ചറെ എനിക്കത് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ട പേടിച്ചോട്ട് നമ്മൾ ഇരിക്കേണ്ട ഒരാവശ്യമില്ല. ഞാനും അങ്ങനെ ഇരുന്നിട്ടാ. അതുകൊണ്ട് ഞാൻ സൈക്കോളജിസ്റ്റായി. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കണക്കിൽ ഒന്നും അറിയില്ല. അവൻ കണക്കിന്റെ മാഷാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ മെല്ലെ മെല്ലെ പഠിക്കും. കുറച്ച് പ്രായവും. പല ക്ലാസ്സിലും. ഇപ്പൊ എത്ര ക്ലാസ്സിലാ? 10. ഇനിയും പഠിക്കാനുണ്ട് അത്രേ. 10 തീർന്നില്ലല്ലോ. എത്രയോ പഠിക്കാനുണ്ട് അത്രേ. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാ മോനെ? അല്ലേ? അതൊന്ന് ചിരിച്ചേ. ഒട്ടക്കൻ. എന്താ പേര് പറഞ്ഞേ? വിഷ്ണു. മോൻ അച്ഛനെ വിളിച്ചേ. നിസ്സാരമായ പ്രശ്നങ്ങള് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കുട്ടികളാ. രക്ഷാകർത്താക്കളൊന്ന് ശ്രദ്ധിച്ചാ മതി. വീട്ടിൽ വരുമ്പോ എന്താ പറയുക പ്രശ്നം? ഇതാണ് പ്രശ്നം. വാ ഇരിക്ക് മോനെ, ഇരിക്ക്. നമസ്കാരം. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ്? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞില്ല. എവിടെയും കണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനം? ബാഗിലോ? കണ്ടിട്ടില്ല. ഇപ്പൊ ബാഗിലൊക്കെ നോക്കി, അതുപോലെ വീട്ടിലൊക്കെ നോക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ബാഗിൽ ആരും പറഞ്ഞത് അറിയില്ല, അതിന് കണ്ടിട്ടുമില്ല, ഒരു സാധനം കണ്ടെത്തിയിട്ടുമില്ല. സത്യം ഞങ്ങളോട് പറയാലോ. ലഹരി എന്നതിനെ അറിയില്ല, ആ ഐറ്റംസ് പോലും അറിയില്ല. പാവ. അവന്റെ പ്രശ്നം എന്താണ്? അവൻക്ക് മാത്തമാറ്റിക്സ് ആണ്. കണക്കാണ് അവന്റെ പ്രശ്നം. അതെ, ചില കുട്ടികൾക്ക് ഈ കണക്ക് മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അത് പല കുട്ടികൾക്കും ഉണ്ട്.
ഇത് നല്ല രസകരമായിട്ട് കണക്ക് അവന് മനസ്സിലാക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കാൻ കഴിവില്ല ഒരു അധ്യാപകനാണ് അവരെ വേണ്ടത്. അപ്പൊ അത് ക്ലാസ്സിൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങളൊരു പ്രത്യേക ഒരു ട്യൂഷൻ എടുക്കണം അവന്, എന്നാ മനസ്സിലാവും. അപ്പൊ ക്ലിയർ ആവും. അവനെ രസകരാക്കണം. ആ കണക്ക് എന്ന് പറഞ്ഞ രസകരാണ് എന്നാ പറയില്ല. ഇങ്ങനെ ഒരു സംഗതി കേട്ട് കഴിഞ്ഞപ്പോഴേ ആകെ വിഷമിച്ചു സാറേ. എന്തിനും ഒരു പ്രശ്നമില്ല. അപ്പൊ ഇത്രേ വേണ്ടോ അവന് നല്ല രസകരം. അപ്പം അവന് ഈ ഒരു ടെൻഷൻ മാറി കിട്ടിയാൽ ഓക്കെയാ, അത്രയില്ലോ. നല്ലൊരു രസകരമായി പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകൻ കണക്കിന്റെ അത്ര മതി. ഓ ശരി. വിഷ്ണു, നീ എന്ത് ചെയ്യണമെന്നറിയാ? പരീക്ഷ കഴിഞ്ഞ് നല്ല മാർക്ക് എനിക്ക് മേടിക്കും, എന്നിട്ട് എന്നെ വിളിക്കണം കേട്ടാ. പോയിക്കോ. ശരി. നല്ലവനാ അവൻ, മിടുക്കനാ. ഹലോ ഹലോ ഹലോ, ആരാ? പ്യാരി മാഷല്ലേ? അതെ. മാഷെ നമസ്കാരം. ആരാ മനസ്സിലായില്ല? എന്റെ പേര് സത്യശീലൻ എന്നാണ്. ഞാൻ മറ്റേ വിഷ്ണുവിന്റെ അച്ഛനാണേ. പറയൂ പറയൂ. മാഷേ, അപ്പൊ അവന്റെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ. ഓ. അപ്പോ ഞങ്ങള് ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചേ, ഒരു സൈക്കോളജിസ്റ്റിനെ. നന്നായി. അപ്പൊ അവന് വേറെ യാതൊരു പ്രശ്നവും ഇല്ല. ഈ കണക്കിലുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. അതെ. അപ്പോ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ കണക്കില് അവനൊരു ട്യൂഷൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നതാണ്. അതെ. ട്യൂഷൻ കൊടുക്കണം, അവന് അടിയന്തരമായിട്ട് കൊടുക്കണം ട്യൂഷൻ. അപ്പൊ പ്യാരിമാഷ് വിരോധമില്ലെങ്കിൽ അവന്റെ ആ ഉത്തരവാദിത്വം ഒന്ന് ഏറ്റെടുത്ത വലിയ ഉപകാരമാകുമായിരുന്നു. അയ്യോ, വിരോധം ഉണ്ടായിട്ടല്ല. നമുക്ക് അങ്ങനെ ഈ സർവീസിൽ ഇരുന്നുകൊണ്ട് ട്യൂഷൻ ചെയ്യാൻ പാടില്ലേ. ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞാൽ പണി പോവും. അല്ല ഞാൻ പിന്നെ ഫീസ് എന്താണെങ്കിലും കുഴപ്പമില്ല സാറേ. അല്ല, എനിക്ക് മനസ്സിലായി. ഞാനത് ഏറ്റെടുക്കണേ കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ കൂടി ഒരു സ്റ്റുഡന്റ് ആണല്ലോ, ഞങ്ങളും കൂടി ശ്രദ്ധിക്കണ്ടേ? അതെ. അപ്പൊ എന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം 5000 രൂപ വരും. അല്ല അത് കുഴപ്പമില്ല, അത് ഞാൻ തരാം. വേണ്ട, സത്യൻ ചേട്ടൻ എനിക്ക് പൈസ തരണ്ട, ഞാൻ അവനെ പഠിപ്പിക്കാം. പകരം നിങ്ങളുടെ മറ്റേ ഒരു ചേട്ടനുണ്ടല്ലോ മുനിസിപ്പാലിറ്റിയില്. ചേട്ടനല്ല സാറേ, അനിയനാണ്. അനിയനാണോ? അനിയനാ. അനിയൻ. മന്മഥൻ. മന്മഥനോട് പറഞ്ഞിട്ടേ എന്റെ വീടിന് നമ്പർ ഒന്ന് ആക്കി തന്നാ മതി, പൈസ എനിക്ക് തരണ്ട. ഇപ്പൊ താമസിക്കുന്ന വീടിന്റെയോ? ഇല്ല, ഇതിപ്പോ വാടകക്കാണ്. ഞാൻ വീട് വെക്കണുണ്ട്. ആ വീടിന് ഒരു നമ്പറിന് വേണ്ടിട്ട് കുറെ നാളായി നടക്കണ്. അപ്പൊ ആ മന്മഥൻ സാറിനോട് പറഞ്ഞ അന്ന് ശരിയാക്കി തന്ന ഇവനെ ഞാൻ കണക്ക് പഠിപ്പിക്കണാരും ഞാൻ ഏറ്റ്. പിന്നെന്താ, അത് ബുദ്ധിമുട്ടില്ല സാറേ, അത് ഞാൻ ഏറ്റു. അപ്പൊ സത്യന്റെ വീട് അറിയില്ലേ? ഞാൻ താമസിക്കുന്ന സ്ഥലം അറിയൂലേ? അറിയാം. അപ്പൊ അവനെ നാളെ വൈകുന്നേരം വിട്ടോ, 5 മണിയാവുമ്പോ. ആയിക്കോട്ടെ സാറേ, ഞാൻ നോക്കിക്കോളാം. ആയിക്കോട്ടെ സാറേ. ഓക്കെ. ഞാൻ ഒരിടത്ത് പോകാൻ ഇറങ്ങിയാണ്, ഞാൻ പിന്നെ വിളിച്ചോളാം കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. ശരി. എങ്ങനെ ആ കാര്യം നടക്കൂന്ന് ഓർത്തിരിക്കായിരുന്നു. ഇടാ സ്കൂളിൽ പോയില്ലേന്നാ? ഇപ്പൊ എനിക്ക് മൂടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കില്ല. ഇന്നലെയും പോയിട്ടില്ലേ? ഇല്ല, അവന് മൂടില്ലെന്ന്. എനിക്ക് കഞ്ചാവാന്നാ തോന്നുന്നു. ഒന്നാര സത്യം, ഞാൻ എന്നോട് പറഞ്ഞില്ല കുട്ടിയുടെ കാര്യം നോക്കണേ. ഞാൻ പറഞ്ഞില്ലേ നമുക്കൊന്നും പറയാൻ പറ്റൂലേ. എവിടെ സാധനം വെച്ചിക്കണേ? എന്ത് മയക്കുമരുന്നേ. അറിയാത്ത കാര്യങ്ങൾ ധൈര്യമായി ചോദിക്കാം, മനസ്സിലാക്കാം, ഒരു പ്രശ്നമില്ല. സിമ്പിളാ. എന്തിനു ടെൻഷൻ അടിക്കുന്നു? ഒരു ടെൻഷൻ എടുക്കാനുള്ള സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോവാ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് സാർ, എന്റെ മകൻ വിഷ്ണു 10ാം തരം വിദ്യാർത്ഥിയാണ്. കണക്കൊഴികെ എല്ലാ വിഷയങ്ങളിലും അവൻ സാമാന്യം മിടുക്കനാണ്. കണക്കിന് അവൻ തീർത്തും പിന്നിലായതുകൊണ്ട് അവന് ക്ലാസ്സിൽ കയറുവാൻ സാധിക്കുന്നില്ല. കണക്കിന് തോൽക്കുകയും അതുവഴി 10ാം തരം പാസ്സാകാതെ വരികയും ചെയ്യുമെന്ന ഭയത്താലും സമ്മർദ്ദത്താലും അവന് ഊണും ഉറക്കവുമില്ല. ആയതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ മകനെ കണക്ക് വിഷയത്തിൽ നിന്നൊഴിവാക്കി മറ്റു വിഷയങ്ങളുടെ മാർക്ക് പരിഗണിച്ച്
മറ്റു വിഷയങ്ങളുടെ മാർക്ക് പരിഗണിച്ച് 10ാം തരം വിജയിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് രക്ഷിതാവ് സത്യശീലൻ ഒപ്പിടണ്ടേ? അല്ല ഏട്ടാ, ഇങ്ങനെയൊക്കെ എഴുതി അയച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ അവന്റെ കാര്യത്തിന് വേണ്ടി മാത്രം കണക്കൊക്കെ ഒഴിവാക്കി തരുമോ? അങ്ങനെയൊക്കെ ചെയ്യൂ? അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മളങ്ങോട്ട് ചെയ്തു എന്ന് വിചാരിക്കും, എങ്ങാനും ചിലപ്പോ ഇതിനങ്ങനെ കിട്ടിയാലോ നമ്മുടെ മോൻ രക്ഷപ്പെടും. ബാക്കി തുടർന്ന് വരണ ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. ഓ, ഇതിപ്പോ ചിലപ്പോ മന്ത്രി അറിയാത്തോണ്ടായിരിക്കും അല്ലേ? അറിയാത്തത് കൊണ്ടാവുന്നത്. കാരണം കുട്ടിക്ക് ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം നന്നായിട്ട് അറിയാം, അതിലൊക്കെ നന്നായിട്ട് അറിയാൻ ചെയ്യാൻ നന്നായിട്ട് ഒരു മാർക്കും വാങ്ങും. ഇത് ഈ കുരുത്തം കെട്ട കണക്ക്, മനസ്സിലത്ത് കയറാത്ത കണക്ക് പഠിപ്പിക്കാൻ നിൽക്കേണ്ട എന്ത് കാര്യമുണ്ട്? അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചാ പോരെ? അതന്നെ. ഇപ്പൊ എത്ര ആള് രക്ഷപ്പെടും? അതെ, മന്ത്രി എന്നെ ഇത് വായിച്ചാ മതിയായിരുന്നു. അതൊക്കെ വായിക്കും. എന്തായാലും നേരിട്ടാണ് കൊടുക്കാണ്ട് പോസ്റ്റ് ചെയ്യല്ലേ. സത്യം എന്ത് വഴിയെടുക്കുന്നത്? നല്ല ആളരാകട്ടെ നിങ്ങള്. അപ്പൊ നിങ്ങളെ നമ്മുടെ കടയിൽ ഏൽപ്പിച്ചിട്ടില്ല ഞാനൊരു വഴിക്ക് പോയത്. അതെ. അതേന്ന് പറഞ്ഞാ ഇപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കണ്ടേ? ഇവിടെ എന്തെന്ന് ആര് കൊണ്ടുകൊണ്ട് ഇന്ന് ഈ 2 ഉള്ളി ആട്ടി കൊണ്ടോണ്ട്? ഇതൊക്കെ ആളുകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളാണ്, പൈസ കൊടുത്തിട്ട് മേടിച്ചതല്ലേ. അത് ഇതൊന്നും ആരും കേൾക്കൂല. ഞാൻ വെറുതെ ഇവിടെ നിൽക്കണ്ടേ, കുത്തിയിരിക്കണ്ടേ, ഒന്നുമില്ല. ഇവിടെ ഒരു മിസ്റ്ററും കൂടെ കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് കയറും. എന്താളാണ് നിങ്ങള്? അയ്യോ. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ മോൻ കഞ്ചാവ് അടിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞു? അതിലെ ആൾക്കാരെല്ലാം പറഞ്ഞു ഒരാളെ നട്ടുച്ചക്കാടം മരുന്ന് കിടക്കുമ്പോ ആൾക്കാരെല്ലാം പറഞ്ഞു അത് കഞ്ചാവാന്ന്. നട്ടുച്ചക്ക് അവിടെ മലന്ന് കിടക്കണവരൊക്കെ കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരാ? അല്ല, ആടെ കിടക്കുന്നവരെ അധികം അങ്ങനത്തെ ആളാണ്. ഞാൻ ചോദിക്കണ അതല്ല, നിങ്ങൾ അവൻ കഞ്ചാവ് അടിക്കുന്നത് കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ വന്ന് പറയണത്? അവര് പറയുന്നതല്ലേ ഞാൻ വന്ന് പറയില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ട് പറയാൻ പറ്റുമോ? സത്യന്റെ മോനെ കുറിച്ച് താരക്കേട്ടില്ലല്ല. അതെ, അവൻ കഞ്ചാവ് അടിച്ചതൊന്നുമല്ല. അവന് ഈ കണക്ക് കൃത്യമായിട്ട് മനസ്സിലാവണില്ല. കണക്കില്ലേ, സ്കൂളിലെ കണക്ക്, അത് മനസ്സിലാവണില്ല. അപ്പൊ അതിലാകെ ഇങ്ങനെ ഒഴറി നടക്കണ ചെക്കൻ. അതാണ് പ്രശ്നം, അല്ലാണ്ട് കഞ്ചാവും കിഞ്ചാവൊന്നുമല്ല. അതെന്തിനാ വെയിലിൽ നട്ടുച്ചക്കാടെ പോയി കിടക്കുന്ന? നിങ്ങളിത് വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞാ? ഞാൻ കുറച്ചാളോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പം പറഞ്ഞിട്ട് എന്ത്? അപ്പൊ മാറ്റി പറയണ? മാറ്റി പറയേണ്ടി വരും. അപ്പൊ എന്തിനാ അവന് കണക്ക് പഠിപ്പിച്ചുവിടാനാ? കണക്കോ പഠിപ്പിക്കുന്നുണ്ട്. നീ അതിന്നും പറയണ്ട. എനിക്ക് 1 കിലോ ഉള്ളിയോട്ട് എത്ര ഉള്ളിക്ക് പൈസ? ഉള്ളിക്ക് 50 റുപ്യ. 50 റുപ്യ? ഇത് 50 റുപ്യ എന്തിനിപ്പൊ നീ ഇങ്ങനെ എന്തെങ്കിലും പറയല? 50 റുപ്യ ഉണ്ടാ? എന്റെ രാഘേട്ട, അത് ഞാൻ കൂട്ടണതല്ല. ഇപ്പൊ 2 റുപ്യ കുറഞ്ഞതാണ്. ഞാൻ മിനിയാ 45 കഴിഞ്ഞ ആഴ്ച ഞാൻ 45 റുപ്യക്കാർന്ന് മേടിച്ചു. വീട് മേടിച്ചോളി. അത് അങ്ങനെയുണ്ട്, നാട്ടിൽ കച്ച് കരിഞ്ഞല്ല. അല്ല, ഇതെന്താ ഉള്ളിക്ക് 50 റുപ്യ? 50 റുപ്യുള്ളൂ? 2 റുപ്യ കുറഞ്ഞതാണ്. 50 റുപ്യ ഇല്ല. അല്ല, വില കൂടുതലായിരുന്നേ, ഇപ്പൊ കുറഞ്ഞോ? കുറഞ്ഞു. വില കൂടുതല. ഇപ്പം ഇവിടെ മാത്രല്ല, എല്ലായിടത്തും വില കൂടുതലാണ്. സാധനങ്ങൾക്ക് വില 50 റുപ്യ. അപ്പന്റെ രാഘവേട്ട 2 റുപ്യ കുറഞ്ഞതാണ്. അതെ, വില കൂടുതലാണ് ഇപ്പൊ. എന്താ നിങ്ങള് പറഞ്ഞോളൂ, ആലോചിച്ചൊക്കെ. എന്റെ ചെറുപ്പത്തില് സത്യമായി ആലോചിച്ചോക്ക്, 1 കിലോ അരി 3.25 റുപ്യക്ക് മേടിച്ചിട്ടുണ്ട് ഞാൻ. റേഷനരിയാ? റേഷനരി അല്ല, നല്ല അസല മട്ട ചെമ്പാട അരി 3.25 റുപ്യക്ക് മേടിച്ചിട്ടുണ്ട് ഞാന്. ഇപ്പൊ ആ അരിക്ക് ഇപ്പൊ 65 റുപ്യ വില. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, 3.25 റുപ്യത്തിന് 65ലേക്ക് എത്തണമെങ്കിൽ. അതാണ് കാലം. അതേമാതിരി ഗ്യാസിന്റെ വില എന്താണ് ഇപ്പൊ? ഗ്യാസ് എന്റെ ചെറുപ്പത്തില് 3 റുപ്യ കിട്ടിയിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ ഗ്യാസ് ഇല്ല. എങ്ങനെ വയറ്റിലെ ഗ്യാസേ ഇല്ലു, വേറെ ഗ്യാസ് എങ്ങനെ ഗ്യാസ് കയറാണ്ടിരിക്കണം? നിങ്ങൾ ആലോചിച്ചൊക്കെ എന്താ തിന്നാനുള്ളത് നമുക്കൊക്കെ. ഇന്നത്തെ കുട്ടികളുടെ മാതിരി ചിക്കൻ 65 ചിക്കൻ മറ്റു പുറത്ത് നമ്മക്കുണ്ടോ? എവിടുന്നൊക്കെ ഉണ്ട് 10-11 കുട്ടികളുണ്ടാവും അവര് വീട്ടില്. നമുക്കൊക്കെ ഈ ചക്കട പണി. ചക്ക വരുമ്പോ ചക്ക, മാങ്ങ വരുമ്പോ മാങ്ങ. ഇനിയിപ്പോ വല്ല പപ്പായ അവകായ പറമ്പിലുണ്ട് ചത്. ഇതൊക്കെ ആരപ്പ ചോറൊക്കെ കണ്ടമാനം തിന്നേക്കണേ? ഒരു കഞ്ഞി വെച്ചരും, അതിന്റെ കൂടെ ഒരു ഒറ്റ പാത്രം ചക്ക കൂട്ടാനും. കഞ്ഞിയിലൊക്കെ കയ്യിലിങ്ങനെ ഇളക്കി ഒരു പറ്റിങ്ങനെ അല്ലാണ്ട് ചോറൊന്നും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ ഗ്യാസ് കയറാണ്ടിരിക്കണേ? ഈ ചക്കട മടലേ എന്റെ ഉമ്മ കാട്ടിയിരുന്നു. ഇപ്പോഴും ആലോചിക്കാന്
ചക്ക അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മടല് വരെ വിടൂല. ആദ്യം ചവണി കളയും, പിന്നെ ഈ ചക്കയുടെ മുള്ളുണ്ടല്ലോ അതിങ്ങനെ ചെത്തി കളഞ്ഞിട്ട് അതിന്റെ നടുക്കുന്നുള്ള കഷ്ണം അങ്ങനെ ആക്കിയിട്ട് എന്താ ഉപ്പേരിയൊക്കെ തിന്നാളെ ആലോചിച്ചു. അതും കട്ടൻ കാപ്പി. അല്ല ഇതുകൊണ്ടൊക്കെയാണ് നമ്മളൊക്കെ വിശപ്പടിക്കുന്നത്. അല്ലാണ്ട് ആരപ്പ അരി 3,4 ഉറുപ്പ്യൊക്കെ അന്ന് ആ അരി മേടിക്കാനുള്ള കാര്യം നമ്മുടെ ഇതില്ലല്ലോ. അതെ അതെ, അന്നത്തെ കാലം അതാണ്. നിങ്ങക്ക് എന്താ വേണ്ടേ? എടുക്കണോ വേണ്ടേ? അത് വേണിപ്പൊ മേടിച്ചോളാം. ഇനിയിപ്പോ 1 മണിക്കൂർ ഇനി ആ ഒരു കത്തുണ്ട്. ഓ ബാങ്കിൽ നിന്നുള്ള ബാങ്കിൽ ഒരടവെങ്ങാനായിട്ട് തെറ്റിയാണ്ടല്ലോ പിന്നെ ജപ്തി ഭീഷണിയാണ്. ബാങ്കിൽ നല്ലാന്ന് തോന്നുന്നു. ഫ്രം അഡ്രസ് കണ്ടിട്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തോന്നുന്നു. മന്ത്രിയുടെ ഓഫീസ്. എടാ ചങ്ങായി സത്യാവും. ഇജന്റെ കുട്ടിയുടെ കാര്യത്തിന് ഒരു കത്ത് എഴുതിയിരുന്നില്ലേ മന്ത്രിക്ക്? എന്നാ അതിന്റെ മറുപടി ആവും, നോക്കി നോക്കാം. അതൊക്കെ എത്ര പെട്ടെന്ന് വരുമോ? അതൊക്കെ ഒരാഴ്ചയിലുള്ളൂ. അത് പറയാൻ പറ്റില്ല. സത്യയുടെ ഈ കത്തും കൂടെ ഒന്ന് കൊടുത്തേക്കാവോ? ഇതെന്താ? നമ്മുടെ സത്യന്റെയും ഷീലയുടെയാ, നമ്മുടെ പറമ്പിലുള്ള സത്യന്റെ. ഓക്കെ, ഒന്ന് കൊടുത്തേക്കണേ. പോസ്റ്റ്മാൻ നീയാണോ അതോ ഞാനാണോ? അത് കുന്നിന്റെ മേലെ കയറാൻ വയ്യ, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. വരുമ്പോ കൊടുത്താ അത് മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. ഓക്കെ, മൊത്തത്തില് സത്യന്മാരുടെ കഥ തോന്നുന്നു. അതാണ് പാട്. ഇതേ ഞാൻ മോന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് മന്ത്രിക്ക് ഒരു കത്തയച്ചിരുന്നേ. അപ്പൊ അതിന്റെ മറുപടിയാവും. നോക്കി നോക്കാം. അതിനല്ലേ എന്താ പറയണേ? അതെ, സംഗതി മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിക്കാന്ന്. കാര്യം എന്തായാലും മൂപ്പര് അന്വേഷിക്കാം. കത്തയച്ചിട്ട് ഒരാഴ്ചയായിട്ടല്ലേ ഉള്ളൂ. ഇത്ര പെട്ടെന്നൊക്കെ മന്ത്രിമാരെ ഇടപെടൂ? എവിടെ വെച്ചാ മൂപ്പർക്ക് കാര്യം എന്താന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ മൂപ്പരും കണക്കിൽ ചിലപ്പോ മോശമായി. മൂപ്പരപ്പ വേറെ കാര്യം അറിയാം. ഇതേമാതിരി ആയിരിക്കണം ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ. നമ്മള് ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട്, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിട്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് അവര്. അപ്പൊ അവര് ജനങ്ങളുടെ കാര്യത്തിന് സുസ്കാന്തി കാണിക്കണം. എന്തായിരിക്കേ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അത് വേണേ. നാടിന്റെ ഉയർച്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അന്വേഷണം കണ്ടോ പെട്ടെന്ന്? ഇങ്ങനെ നാട് ഏത് ഉയർച്ചയിൽ എത്തിച്ചിട്ടാ? ഞാൻ വീട്ടിലൊന്ന് വിളിക്കട്ടെ. അത് വിളിച്ചോ. അത് കലക്കിട്ടുണ്ടോ? അല്ല മറുപടി തന്നല്ലോ. പിന്നെ മറുപടി തന്നല്ലോ, അതിന് വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലോ. വെളുക്ക തോണുത് അധികാരത്തിമിറ പണക്കാര പവറ തൂക്കി പോട്ട് മിരിക്ക തോണുത്. സന്തോഷായിട്ട് അതാണ്. അതെ, ആ കണക്കില്ലേ അത് തലേന്ന് പോയോട് കൂടിയിട്ട് കുട്ടി നന്നായി. പാവം, ഇത് നമ്മള് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അവൻ എന്തോരം മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവും. എടാ മോനെ, കളിച്ചോ. ഞാൻ പോവാച്ചാ സ്കൂളിലേക്ക്. സ്കൂളിലേക്കാ? 9 മണി ആയിട്ടേ ഉള്ളൂ. അത് കുഴപ്പമില്ല, ഞാൻ നേരത്തെ പോവാം. നേരത്തെ പോവേ? എനിക്ക് ഭയങ്കര ഒരു മൂഡ് സ്കൂളിൽ പോയി. അതെന്താ അങ്ങനെ ഒരു കൂടി? ഒഴിവായി കിട്ടിയല്ലോ. എന്നൊരു കാര്യം ചെയ്യും, അച്ഛൻ കൊണ്ടുവിടാം. ആ ചാവി അത് കുഴപ്പമില്ല അച്ഛാ, ഞാൻ പോവാ. ഇല്ലടാ, അച്ഛൻ കൊണ്ടുവിടാം. വേണ്ട അച്ഛാ, ദീപക്കന് സൈക്കിളുണ്ട്. ചെക്കനെ അതെ, എന്തായാലും മന്ത്രിക്ക് ആ എഴുത്തെഴുതാൻ എടുത്ത തീരുമാനം ഉണ്ടല്ലോ, അത് വളരെ നന്നായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് SLC പാസ്സാവേ. അതെ, അത് നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. അതെ, കത്തുന്ന മന്മഥനോട് പറഞ്ഞോ? അയ്യോ, മന്മഥനോട് പറഞ്ഞില്ലല്ലോ. പറയണ്ടേ? എന്നാ ഫോണും എടുത്തേ. അതെ കോയ, ഞാൻ ഈ ലെറ്റർ വീട്ടിനോട് കാണിച്ചോട് കൂടിയിട്ടാണ് ഒരിത്തിരി സമാധാനം ഉണ്ടായത്. മണ്ടോദരിക്ക് സന്തോഷമായി, ചെക്കനെ സന്തോഷമായി. അതാ വന്നല്ല. വാ മന്മതാ. എന്തേലും ആവട്ടെ, കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ നടക്കുമെന്ന് മനസ്സിലായില്ലേ? പിന്നല്ലേ, ഇതിപ്പോ നമ്മുടെ അച്ഛന്മാരെയൊക്കെ ചെയ്തിരുന്ന വെച്ചാൽ നമ്മളിപ്പോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ. ഓഫീസിൽ പോകേണ്ട തിരക്കിലാണ്. എന്താ ഒന്നുമില്ല, ഞാൻ മറ്റേ നമ്മുടെ ആ ചെക്കന്റെ കാര്യം പറയണ മന്ത്രിക്ക് കത്തയച്ചു എന്ന് പറഞ്ഞല്ലേ, മന്ത്രിയുടെ ലെറ്റർ വന്നു. സംഗതി ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ കോയ, മന്ത്രിമാരായ എങ്ങനെ വേണം? മറുപടി അയച്ചു.
ഒരു റെക്കമെൻഡേഷനും ഇല്ല, ഒന്നുമില്ല. നമ്മളൊരു കത്തന അയച്ചപ്പോ ഒരാഴ്ച ആയിട്ടില്ല, അപ്പോഴേക്ക് വന്നു മറുപടി. അതെ, അത് പോട്ടെ, മറുപടിയിൽ എന്താ പറഞ്ഞേക്കണേ? എന്താ സംഗതി ഒക്കെ ഓക്കെയാണ്, ഒരു വിഷയമില്ല എന്നാണ്. എന്താണ് കണക്ക് പരീക്ഷ വേണ്ടെന്നാ? അല്ല വേണ്ട, മൂപ്പരത് വേണ്ട രീതിയിൽ നടപടി എടുക്കാന്നുള്ളത് ഉണ്ടായില്ലേ? അത് നോക്ക്. താങ്കളുടെ പരാതി കേട്ടു, അനുഭാവപൂർവ്വം പരിഗണിക്കാം. എന്ത് കണ്ടാന്ന് ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? പരിഗണിക്കാൻ. നിങ്ങളുടെ പരാതി കേട്ടു, അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറയുന്നത് ഉടനെ അങ്ങോട്ട് നിങ്ങളുടെ മോന്റെ പരീക്ഷ അത് വേണ്ടാന്ന് വെക്കലല്ല. എന്റെ സത്യേട്ട കാള പറ്റുന്ന കേട്ടോ ഉടനെ കയറെടുക്കല്ലേ? അതെന്താ എന്റെ ഉദ്ദേശത്തിന്? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എല്ലാ മന്ത്രി ഓഫീസുകളിലും ഇതിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു ഫോർമാറ്റാണ്. ഒരു 1000 കണക്കിന് ഇത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരാള് പരാതി ഇട്ടു കഴിഞ്ഞാൽ അത് കേട്ടു പരിഗണിച്ചു മുന്നേ തിരിച്ചു തുറന്ന് അയക്കും. അവർ സീൽ അടിച്ച് ഇങ്ങോട്ട് വിടും. ഇപ്പൊ നിങ്ങൾ ഇതല്ല വേറൊരു പരാതി കൊടുക്കണമെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം ഞാൻ പറയണ്. ഇപ്പൊ എന്റെ സുഹൃത്ത് കോയയുടെ കഴുത്ത് വെട്ടണം, എനിക്കത് വേണമെന്ന് പറഞ്ഞൊരു പരാതി അയച്ചോക്കെ, അത് ഉടനെ പറയും നിങ്ങളുടെ പരാതി കേട്ടു, അനുഭാവപൂർവ്വം പരിഗണിക്കാം. എന്ത് ഇതിന്റെ കഴുത്ത് വെട്ടണേ? അതൊരു ഉദാഹരണം പറഞ്ഞത്. ഇതാണ് സംഭവം. അപ്പൊ ഇത് ശരിയാവൂലേ? അവൻ കണക്ക് പരീക്ഷ എഴുതേണ്ടി വരുമോ? പിന്നെ എഴുതണ്ടേ? ഏട്ടൻ അവനോട് പഠിക്കണ്ടെന്നല്ലേ പറഞ്ഞ? ഇനിയിപ്പോ ആ വിഷയം നോക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏട്ടാ ചെറുക്കനോട് കുത്തിയിരുന്ന് പഠിക്കാൻ പറയും. പോയേക്കാ നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോണ്ടല്ലോ കണക്ക് പരീക്ഷ ഞാൻ പുലർച്ചെ 3 മണിക്ക് എണീറ്റിരുന്നാ പഠിച്ചത്. എന്നിട്ട് മാന്യമായി മാർക്ക് കിട്ടി. ഇനിയിപ്പോ കഥ അതല്ല, ജോലി കിട്ടി 18 വർഷമായി. ഇന്നേ വരെ എന്റെ ഓഫീസിൽ അന്ന് കണക്കിൽ പഠിച്ച സൈൻ തീറ്റയോ കോസ് തീറ്റയോ പൈതഗോറസ് തിയറോ A+B ഹോൾ സ്ക്വയറോ ഒന്നും ഉപയോഗപ്പെട്ടിട്ടില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ 8ാം ക്ലാസ് വരെ കണക്കില് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് കണക്ക് താല്പര്യമുള്ള ഒരു കണക്ക് പഠിച്ചോട്ടെ. അല്ലാത്തവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അപ്പൊ അങ്ങനെ പറ്റില്ലല്ലോ മന്മത. പുസ്തകത്തിൽ അച്ചടിച്ചു വന്ന കുട്ടികൾ പഠിക്കണ്ടേ? ഇപ്പൊ ചെറുപ്പത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ പഠിക്കണ കാലത്ത് പരശുരാമമായി എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ എന്തിനപ്പൊ അത് പഠിച്ച്? അതാ നിങ്ങളെ കഥ കേട്ടുന്നല്ലേ ഓഫീസിൽ മോനോട് പഠിക്കാൻ പറയും. അതെ, സംഗതി ഇപ്പൊ മന്മത അങ്ങനെ പറഞ്ഞാലും ഈ സ്കൂളിൽ എന്നിട്ട് HM ഒന്ന് കണ്ടാലും ചിലപ്പോ അവരെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരും. ഒന്ന് പോയി കണ്ടു.